ഏട്ടാ ഏട്ടാ ഒന്നിങ്ങ് വന്നേ. ഒന്ന് വന്നേ. എന്ത് വേണ്ടേ ഏട്ടാ, ഈ വെള്ളത്തിന് എന്തൊരു മണം? വെള്ളത്തിനാണോ? ആ, ഞാൻ ഈ പാത്രം ഒന്ന് കഴുകുമായിരുന്നേ. അപ്പത്തേ ഒരുമാതിരത്തെ ഒരു കളറ്. ഒന്ന് മണത്ത് നോക്കിയപ്പോ ഭയങ്കര മണം. മണല്ലേ? ഇവിടെ വേറെ ഇവിടുത്തെ മണം ഇല്ലെന്നേ. ഈ ഗ്യാസ് അടുപ്പിന്റെ അല്ലല്ല, ഇത് വെള്ളത്തിന്റെ തന്നെയാ. വെള്ളത്തിന് വെള്ളത്തിന് തന്നെ. ചായ ഇടണ്ട. ചായയിലാണ് ഒഴിച്ചില്ല. ഭാഗ്യത്തിന് പാലിലൊഴിച്ചില്ല. ചായ ഇല്ല. വെള്ളം വേണ്ടേ? വെള്ളം വേണ്ടേ? ആ, വെള്ളം ഉണ്ടല്ലോ. വെള്ളം ഉണ്ട്. ഒന്ന് മണപ്പിച്ച് നോക്കിയേ. ഒന്ന് മണത്ത് നോക്കിയേ. മണമില്ലേ? വെള്ളം കേടുന്നുണ്ടല്ലോടാ. ആ, അതുകൊണ്ട് നിറ വ്യത്യാസമുണ്ട്. അയ്യോ, ഈ വെള്ളമാണല്ലോ ഞാൻ ഇന്നലെ കുടിച്ചത്. നമ്മളെല്ലാരും ഇതിൽ കുടിച്ചോണ്ടിരിക്കുന്നത്. കുളിക്കുന്നതൊക്കെ കൊച്ചുങ്ങളൊക്കെ ഉപയോഗിക്കുന്നത്. ഇന്നലെ വരെ എനിക്കതൊന്നും തോന്നിയില്ല. ഈ കളർ വ്യത്യാസം ഇന്നലെ തോന്നിയില്ല. ഞാൻ ശ്രദ്ധിച്ചില്ല. ഇപ്പഴേ ഒരു മണം വന്നിട്ടല്ലേ. ആ, കിടക്കും തോറും കിടന്ന് അഴുകി വല്ല ഇത് ടാങ്കിൽ വല്ല കുഴപ്പമായിരിക്കും. ഞാൻ വെള്ളം തന്നെ ആരോടും കുടിച്ചെടുത്ത് പറയട്ടാ. അല്ല, ടാങ്കിൽ എന്തെങ്കിലും വല്ല മുഴുവൻ കിടക്കണ നോക്കിക്കേ പോയി. ഈശ്വരൻ, ഇന്നലെ രാത്രി ഒരു കുപ്പി വെള്ളം എടുത്ത് കുടിച്ചാണല്ലോ ഞാൻ. ഇപ്പോഴും നല്ല രീതിയിലുള്ളത് കുടിക്കാവൂ. അത് തിളപ്പിച്ചാറ്റി വെള്ളം കുടിക്കണം. ഇത് ടാങ്ക് ക്ലീൻ ചെയ്യണ എത്ര ദിവസം അറിയാമോ? അപ്പൊ ഇത് ക്ലീൻ ചെയ്യാറില്ലേ? എന്താണ് ഇത്? ഞാനാണ് ക്ലീൻ ചെയ്യണത്. പിന്നെ ഈ ടാങ്ക് ഒക്കെ വാങ്ങി വെച്ചാ അറിയില്ലടാ. അത് ഇടയ്ക്കിടയ്ക്ക് ക്ലീൻ ചെയ്യണം. ഇടയ്ക്കിടയ്ക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടന്നു പോകുമ്പോ ഇവിടെയൊക്കെ നോക്കണ്ടേ? ടാങ്ക് ക്ലീൻ ആണോ? വീടിന്റെ പരിസരമൊക്കെ നോക്കണ്ടേ? കൊച്ചുങ്ങളൊക്കെ ഉള്ളതല്ലേ, അസുഖങ്ങൾ വരില്ലേ? അതിപ്പോഴല്ലേ അതിന്റെ മനസ്സിലായത്. നീ ഇപ്പൊ മണം എപ്പോഴാണ് അറിഞ്ഞത്? ഞാനിപ്പോ രാവിലെ അല്ലേ അറിഞ്ഞത്. ഞാൻ ഇന്നലെ രാത്രി എടുത്ത് വായ കഴുകുമ്പോ ഒരു സ്മെല്ല് ഇങ്ങനെ ഉണ്ടായിരുന്നു. എന്നിട്ട് പറഞ്ഞില്ലല്ലോ. അല്ല, അത് വല്ല ബ്ലീച്ചിങ് പൗഡറിന്റെ എന്തിന്റെ ആയിരിക്കും. ബ്ലീച്ചിങ് പൗഡറിന്റെ മണം ഇത് ഇളകിയിരിക്കല്ലേ? ഇത് അതാരാ തുറന്നു വെച്ച്? ഞാൻ. പിന്നെ ഞാനാ? ഇത് എന്ത് ചെയ്യുമെന്ന് പറയാം. ഇതിപ്പോ വേറെ ഒന്നും എന്തെങ്കിലും എന്റെ മേലെ വല്ല പൂച്ചയൊക്കെ അതിന്റെ മേലെ കൂടെ പോയിട്ടുണ്ടോ? അതൊക്കെ തന്നെ കാരണം. ഇതിപ്പോ എനിക്ക് ഞാൻ ട്രാൻസ്ഫോമറിന്റെ പണിയുള്ള ദിവസമാണ് ഇത്. ഇത് നോക്കി, ഇത് തുറന്ന് മലത്തി വെച്ചിരിക്കല്ലേ. ഇത് എന്ത് കഷ്ടം അറിയാമോ? ഇതൊക്കെ പിരികളല്ലേ ജമന്തി, അത് അടച്ചു വെക്കണ്ടല്ലേ? ഇത്രയും പൊക്കത്തേക്ക് ഞാനെങ്ങനെ അടക്കാനാ? എന്തേ ഇത് കാക്ക എന്തോ കൊത്തുകൊണ്ടിട്ടിരിക്കുക അതിനകത്ത്. അയ്യേ, അതിനെടുത്ത് കളയണേ. അത് കയ്യെത്തണ്ടേ? അതെങ്ങനെ എത്തൂല? അതങ്ങ് അകത്ത് കിടക്കുക. ചെറിയ കോഴിക്കുഞ്ഞ് അങ്ങനെ എന്തോ സാധനം തോന്നുന്നു. ഈ വെള്ളാണ് നമ്മൾ രാവിലെ വരെ ഉപയോഗിച്ചത്. ഒരു കഷ്ടം നോക്കി നോക്ക്. കോളറയും വയറിളക്കും എന്തൊക്കെ അസുഖമുള്ള കാലാ നോക്കി നോക്ക്. അപ്പൊ ഇത് ഇത്രയും കാലമായിട്ട് ക്ലീൻ ചെയ്തില്ലേ? ഇത് ആര്? ഞാൻ തന്നെ കയറണ്ടേ? ഇവിടെ വേറെ ആരും ഇല്ലല്ലോ. നിങ്ങളൊക്കെ ഇതുവഴി അങ്ങോട്ട് ഇങ്ങോട്ട് പോകുന്നില്ല. അതിന്റെ മേളിൽ കയറി നോക്കോ? അല്ലെങ്കിൽ ഒരു ശ്രദ്ധിക്കും, പരിസരമൊക്കെ നോക്കണ്ടേ? കനക, ഒരു ടാങ്ക് വാങ്ങി ഫിറ്റ് ചെയ്യുമ്പോ അത് ഇടയ്ക്കിടയ്ക്ക് ക്ലീൻ ചെയ്യണം എന്നറിയില്ലേ? ഒന്നാമത് ഇതിന്റെ ഒക്കെ വല്ല ആവശ്യമുണ്ടോ? ഇങ്ങനെ ഓരോ ടാങ്ക് ഫിറ്റ് ചെയ്തിട്ട് മനുഷ്യന്റെ ശരീരം ഇളകാണ്ട് കൊളസ്ട്രോളും ഷുഗറും പിടിക്കാൻ. ബാത്റൂമിൽ കയറിട്ട് സ്വിച്ച് ടാപ്പൊക്കെ തുറന്ന് കുളിച്ചാൽ മതിയല്ലോ. ഇതൊക്കെ സൗകര്യം ഉണ്ടാക്കി കൊടുത്തിട്ടല്ലേ? പണ്ടത്തെ കാലത്ത് ഇങ്ങനെ ആ കപ്പിയും കയറായിട്ട് പോയിട്ട് 10-20 കുടം വെള്ളം കോരിയാൽ തന്നെ ആരോഗ്യം ഉണ്ടാവും. ഇനിയിപ്പോ ഇതെന്താ ചെയ്യാ? എന്തേലും ചെയ്യാത്. എന്ത് ചെയ്യാനാ? ആരെങ്കിലും വിളിച്ചോണ്ട് വാ, ക്ലീൻ ചെയ്യിക്കും. ഇവിടുത്തെ കാര്യങ്ങൾ നടത്തണ്ടേ? ആരെങ്കിലും വിളിച്ചാൽ മതി. ഒരു 10-500 കൊടുത്താൽ മതി. ആരെ കൊടുക്കും? നീ കൊടുക്കണം, അല്ലാണ്ട് ആരും കൊടുക്കും? അന്ന് അമ്മ അവിടെ നിന്നല്ലേ കുളിക്കുന്നത്. അതിപ്പോ ഇങ്ങനെ സൗകര്യമുള്ളണ്ടല്ലേ. എനിക്കിപ്പോ ഇതൊന്നും വേണമെന്നില്ല. ഞാൻ രാവിലെ ബക്കറ്റും കയറായിട്ട് പോകേണ്ട വെള്ളം എടുത്തിട്ട് ആവശ്യത്തിന് കുളിച്ചോളാം. എനിക്ക് വേണ്ടിയിട്ടൊന്നും ആരും ചെലവാക്കണ്ട. എനിക്കാണല്ലോ ആവശ്യം. ഇവിടുത്തെ ആവശ്യത്തിന് ഇനി എന്ത് ചെയ്യും വെള്ളം? ഈ ആരെങ്കിലും ഒരാളെ വിളിച്ചത് നേരാക്കാൻ നോക്കാം. 500 രൂപ കൊടുത്താ പോരെ? ആരെങ്കിലും വിളിക്കേ. 500 രൂപയ്ക്ക് 500 രൂപ വേണ്ടേ? എന്റെ പൊന്നെ, ഇപ്പൊ ഞാൻ കയറി വൃത്തിയാക്കണോ ഇത്? നീ കയറണ്ട. വേണ്ട. ആരും ഒന്നും ചെയ്യണ്ട. ഈ വെള്ളത്തിലുണ്ടാക്കി കഴിച്ചോളാം. അപ്പൊ എന്താ ചെയ്യാ? അത് ആകെ എല്ലാം അലിഞ്ഞ് കിടക്കുക. എന്നാ പിന്നെ നേരാക്കാൻ നോക്ക്. അത് വൃത്തിയാക്കണം. ഇവിടെ ഉള്ള ആരെങ്കിലും വൃത്തിയാക്കിയത്? എനിക്ക് പറ്റില്ല ഈ പ്രായത്തിൽ കയറിയിട്ട് അതിന്റെ ഉള്ളിൽ പോയി പണിയെടുക്കാൻ. നിന്നാ നീ അങ്ങോട്ട് ഇറങ്ങും. ഞാൻ എന്താ പോകും. അപ്പൊ ആർക്കും വയ്യെങ്കിൽ പിന്നെ ഇത് തന്നെ അങ്ങോട്ട് ക്ലീൻ ആവുമോ? അല്ല, ആർക്കും വേണ്ട. ഇവിടെ ഈ വെള്ളം ഉപയോഗിക്കുന്ന വേറെ ആൾക്കാരുണ്ടല്ലോ. ഇവിടെ ഈ വെള്ളം കുടിക്കുന്ന വേറെ ആൾക്കാരുണ്ട്. ഇവിടെ നമ്മൾ 3 പേരും അല്ലാതെ. തങ്കത്തിന് അതിന്റെ ഉള്ളിൽ കൂടെ കൊള്ളില്ലടാ. തങ്കത്തിന് അവിടെ ഒരു ജോലിക്ക് പോകാത്തല്ലേ ഇവിടെ? അവനോ? എന്ത് പറയുന്നത്? എന്ത് പ്രാന്താടാ പറയണത്? നീ ആരെങ്കിലും വിളിച്ചാൽ ശരിയാക്കിയപ്പോ അത് ക്ലീൻ ആവും. ഇല്ലെങ്കിൽ അത് അങ്ങനെ കിടക്കും. അതല്ല, പൈസ വേണ്ടേ അമ്മ? ഇത് പറഞ്ഞ നടക്ക്. അവനെ വിളിക്കാനുള്ള പരിപാടിയൊക്കെ ഉണ്ട്. അവൻ വരും. നേരത്തെ കാണോ?
അളിയോ ആ വന്നു ശരി. ക്ലീറ്റോ എന്താടാ ഡേയ് ഓയ് വന്നേ ഇവിടെ ആയില്ലേ എന്തോന്നടേ ആ അല്ലേ എന്താ എവിടെ പരിപാടികൾ കുറെ ഉണ്ട്. പാർട്ടി ഓഫീസ്, മീറ്റിംഗ്, ചർച്ച, സെമിനാർ. എന്ത് ഞാൻ പറഞ്ഞില്ലടാ അവനെ ഒഴിവില്ലെന്ന്. ഇപ്പൊ നടക്കൂല. എന്നാ വേണ്ട, എന്താ പയ്യ അത്യാവശ്യം ഉണ്ടാ എടേ, എന്റെ അത്യാവശ്യം എന്ന് പറഞ്ഞാൽ എല്ലാം എന്നിലാണല്ലോ. ഞാനല്ലേ തീരുമാനിക്കണേ. എനിക്ക് വേണം എന്ത്, ഞാൻ ആരുടെ ചെന്ന് ഇങ്ങനെ ഒപ്പിടേണ്ട ഒരാളൊന്നും അല്ലല്ലോ. അതുകൊണ്ട് പ്രശ്നമൊന്നുമില്ല. എന്താ കാര്യം? വെള്ളത്തിന്റെ പ്രശ്നം. അതെ, ഈ കുടുംബത്തിലെ ആണുങ്ങൾ നമ്മൾ എന്തെങ്കിലും കാര്യം സംസാരിക്കും, അതിന്റെ ഇടയിൽ ഈ പെണ്ണുങ്ങളൊന്നും നിൽക്കണതിനാണ്. എന്റെ പാലായിലെ തറവാട്ടിലൊന്നും ഞങ്ങൾ ആണുങ്ങൾ സംസാരിക്കുന്നത് പെണ്ണുങ്ങൾ ആ പരിസരത്തെ കാണില്ല. ഓഫീസിലൊക്കെ പോകാനുള്ള അപ്പോ ഒരു കാര്യം പറയണ്ടേ? കുടിച്ച് കൂത്താടികളൊക്കെ ഇപ്പൊ ചുമ്മാരടി പറയണേ. എവിടെ അമ്മ അങ്ങോട്ട് ഇരിക്കാം. എവിടെ സാധനമുണ്ട് നാടേ നാടൻ പിന്നെ എവിടെ എന്നാ കൊല്ല്, നീ എന്നെ കൊല്ല്. പിന്നെ അറിയാ 1 2 എത്ര ഫുള്ളുണ്ട്? സാധനം കുറച്ച് കൂടുതലാണ്. ഞാനും നീ അമ്മാവനുണ്ടായി പിന്നെ എന്തോ എത്ര ഉണ്ടാക്കി എന്ത് തിന്നാനെ കുടിക്കാനൊക്കെ വല്ല ഉണ്ടാക്കി ഏടി. എവിടെ ടാങ്കില് ടാങ്കില കണക്കാൻ കൊണ്ടതിനകത്ത് വെച്ചാ എടാ ഫ്രിഡ്ജിനകത്ത് വല്ല വെച്ചാൽ പോരായിരുന്നു. അല്ലല്ലേ ഞാൻ ചോദിക്കട്ടെ, നീ അപ്പൊ നിനക്ക് പോണ്ടല്ലോ അങ്ങ്. ഇടേ ഇനി ഞാൻ എഴുതി ഒപ്പിട്ട് വരണോടെ. ഫ്രീ ആണല്ലോ എന്റെ പൊന്നോടെ പറഞ്ഞ ഞാൻ ഫ്രീ. എങ്ങും പോണ്ടല്ലോ. എങ്ങും പോണില്ല. സംഭവം ക്ലാസ് നീ ചുമ്മാ നീ എടുത്തോണ്ട് വാങ്ങിച്ചോട്ട് അളി എടുക്കാൻ വേണ്ടിയാണ് അളിയെ വിളിച്ചത്. നീ അതിനകത്ത് വെച്ച സാധനം നീ നിനക്ക് എടുത്താ പോരെ. ഞാനല്ലേ വെച്ചത്. അവനാ അല്ല കാക്ക. ഏത് കാക്ക? പറന്നോണ കാക്ക എന്തോ കുത്തിർത്താനോണ്ടിട്ടേക്കുന്നു. ചെറിയ കിളിയ എന്തുകൊണ്ടാണ് അല്ലേ? സ്മെല്ലൊക്കെ വന്നേക്കണെന്ന്. ആ വെള്ളത്തിൽ കിടക്കുക. ആ വെള്ളം കുടിക്കാൻ കൊള്ളൂല്ലോ ഇനി. കൊച്ചുങ്ങളൊക്കെ ഉള്ളതല്ലേ. അപ്പൊ അതൊന്ന് ക്ലീൻ ചെയ്യണം. വെള്ളത്തിന്റെ കാര്യം. എനിക്കൊരു മീറ്റിംഗ് ഉണ്ട്. ഏത് ഞാൻ പോയിട്ട് അത്യാവശ്യം അളിയും പോയി ഒപ്പിടേണ്ട കാര്യങ്ങളൊന്നും ഇല്ലല്ലോ. ഒരു ഫയൽ ഞാൻ ഒപ്പിട്ടാലേ നീങ്ങുള്ളൂ. അതെ, ഇത് കേന്ദ്രത്തിലേക്ക് അടിയന്തരമായിട്ട് അയക്കേണ്ട ഒരു ഫയൽ ഞാൻ തന്നെ ഒപ്പിടണം. ഒപ്പിട്ടാലേ മാറും. ഒന്നുമില്ല, ഞങ്ങൾ കളിക്കണം. പരിപാടി ഇറക്കണം. തമാശ കളിക്കണം. എന്തായി കേട്ടില്ലേ? ഞാൻ പറഞ്ഞില്ലേ ഇന്നലെ പറഞ്ഞായിരുന്നു, ഒപ്പിട കാര്യം പറഞ്ഞായിരുന്നു. എന്ത് എടി നീ അവനെ വിളിച്ചിട്ട് അത് ശരിയാക്കാൻ നോക്ക്. എന്റെ അമ്മാവ് അതിനിപ്പോ ക്ലീറ്റോന്റെ ഒന്നും ആവശ്യമില്ല. അത് ഒരുപാട് തിരക്കുള്ള മനുഷ്യന് ഒരാളെ വെച്ചാ പോരെ. അതിന് 500 രൂപ കൊടുത്താ പോരെ. 500 രൂപയ്ക്ക് പാടില്ലേ? ഓ 500 ഇല്ലായിരിക്കും. എടി 500 രൂപയ്ക്ക് 500 രൂപയുടെ പാടുണ്ട്. എന്റെ കണക്ക് 500 ഇല്ലാത്ത ഇപ്പൊ ആരാ ഉള്ളത്? നിന്റെ ഉണ്ടോ? നിന്റെ കെട്ടിയനുണ്ടോ? എന്തെങ്കിലും ചോദിച്ച ഉടനെ എന്റെ ഉണ്ടോ? എന്റെ കെട്ടിയന്റെ കയ്യിലുണ്ടോ? നിനക്ക് നിന്റെ കയ്യിലില്ലേ? 500 ഇല്ലേ നിന്റെ കയ്യില്? കഴിഞ്ഞ പ്രാവശ്യവും അതിന്റെ മുമ്പത്തെ പ്രാവശ്യം ഞാൻ തന്നെയാണ് പൈസ കൊടുത്ത് ഞാൻ കൂടെ നിന്നാണ് വൃത്തിയാക്കിയത്. അപ്പൊ ഈ പ്രാവശ്യം കൂടെ അങ്ങ് കൊടുത്താൽ അത് എന്തായാലും വെള്ളം കുടിക്കണ്ടേ? എനിക്ക് സൗകര്യമില്ല. ഏറ്റവും വൃത്തിയാക്കിയിട്ട് ഏട്ടന് ഇത്ര എന്റെ പൈസ ഇല്ല. ഇതൊരു തരം വാശിയല്ലേടാ നിനക്ക്? അല്ല ഇപ്പൊ നിനക്ക് വാശിയല്ലേ? നിങ്ങൾ ഉപയോഗിക്കില്ല ഒരുപോലെ വെള്ളം കൊണ്ട് എടുത്തോടെ 500 രൂപ അമ്മാവൻ തരും. അമ്മാവൻ കൊടുക്കാം. ഒരു 500 കൊടുക്ക്. എനിക്ക് അതിന്റെ ആവശ്യമൊന്നുമില്ല. അവനും കുളിക്കാനുള്ള കൊടുക്ക്. എന്നാ പിന്നെ ഒരു കാര്യം ചെയ്യാടാ. ഞാൻ ഈ യൂട്യൂബിലെ കണ്ടൊരു സാധനം. നമുക്ക് ഈ ഒരു PVC പൈപ്പേ, ഒരു പൈപ്പ് മേടിച്ചിട്ട് ഇങ്ങനെ അതിലിങ്ങനെ വെള്ളം നിറച്ചിട്ട് ഈ ടാങ്കിന്റെ ഉള്ളിലേക്ക് ആക്കിയിട്ട് ഇങ്ങനെ വിട്ടാൽ അഴുക്ക് മുഴുവൻ പോയി കിട്ടുന്ന ഒരു സംവിധാനം ഉണ്ട്. നമുക്ക് അത് ചെയ്താലോ? പൈപ്പ് ഇവിടെ ഇല്ലല്ലോ. പൈപ്പ് ഒരു 100-300 രൂപയുടെ പൈപ്പ് മേടിക്കേണ്ടി വരും. ഓട്ടോറിക്ഷയ്ക്ക് ഒരു 100, അത്രേ വരുള്ളൂ. എന്നാലും 500 രൂപ കൊടുക്കണ്ടല്ലോ. ഒരാൾക്ക് 500 കൊടുക്കാനല്ലേ വിഷമമുള്ളൂ. ചെറുക്കാൻ നടക്കണ കാര്യം വല്ലതും പറ. നീ PVC പൈപ്പ് ഒരു പമ്പര ഉണ്ടാക്കാൻ അറിയാൻ പാടാത്ത ആളാണ്. എനിക്ക് എന്തായാലും ഓഫീസിൽ പോയാൽ പറ്റുള്ളൂ. എനിക്ക് എന്റെ കാര്യം നോക്കണം. നീ ഒരു 500 ഞാൻ ആരെങ്കിലും ഈ നക്കിത്തരം പറയല്ലേട്ടാ. ഞാൻ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്. ഇവിടെ ഉള്ള ആരെങ്കിലും വൃത്തിയാക്കിയാൽ മതി. ഇല്ലെങ്കിൽ ആ ടാങ്ക് അങ്ങനെ കിടക്കും. അപ്പൊ പിന്നെ കുട്ടികൾക്ക് വെള്ളത്തിനോ കോരി കുടിക്കണം. അമ്മാവൻ പറഞ്ഞ കിണറ്റിലെ വെള്ളം കോരിയാൽ കുടിച്ചാൽ മതി. പിന്നെ ആര് വൃത്തിയാക്കും? ബക്കറ്റും കയറൊക്കെ എവിടെ ഇരിക്കണേ? എന്റെ ദൈവം എന്തോരം വെള്ളം കോരിയാലാന്നാ അമ്മാവാ. പോർന്ന് ടാങ്ക് മര്യാ കടച്ചോക്കണോടി. ഇത്ര പൊക്കത്തിക്കറി ഞാനല്ല തുറന്നിട്ടത്. ക്ലീറ്റോ ചേട്ടനെ നാത്തൂനെ വെള്ളം കോരുമ്പോ എനിക്കും കൂടെ 5 വെള്ളം കൊരുത്താ. പിന്നെ ഇപ്പൊ തന്നെ അഴകേശനോടാ കളി.
എന്നാ അപ്പൊ ഈ പൈപ്പിലെ വെള്ളം വരവും ടാങ്കൊക്കെ ഉണ്ടായത്? എൻ്റെയൊക്കെ ചെറുപ്പത്തിലേ ഞാൻ വെള്ളം കോരിയിട്ട് കുടിക്കും കുളിക്കുകയൊക്കെ ചെയ്തിരുന്നത്. ഇത് അമ്മാവ ഇവിടെ ഇരിക്കണ ബക്കറ്റിൽ കൂടെ നടക്കണേ. ഇതാ എൻ്റെ കെട്ടിയനോട് പറയും. അമ്മാവൻ എന്തായാലും കോരുന്നില്ലേ? ഒരു 2 ബക്കറ്റ് നിറച്ചാ പോരെ? എടി ഇതൊക്കെ ദൈവം കണ്ണു തുറന്നതാ. നിങ്ങളൊക്കെ തടിയൊക്കെ ഒന്ന് നേരായി നന്നാവാൻ ടാങ്കിൽ അഴുക്കൊക്കെ വന്നത് കേട്ടാ. പഠിക്ക്, അനുഭവിക്കാൻ കിട്. വെള്ളം കോരി കുളിക്കും കുടിക്കുകയൊക്കെ ചെയ്യും. എല്ലാവർക്കും അവരവരെ കാര്യം മനസ്സിലായില്ല എനിക്ക്. കണ്ടല്ലേ ഇതൊക്കെ ഇപ്പൊ ഇത്ര സൗകര്യങ്ങൾ ഉണ്ടായിട്ടേ പെണ്ണുങ്ങൾ തടി ഇളകാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് അതൊക്കെ സൂക്ഷിച്ച് എന്നെ പഠിപ്പിക്കണ്ട, എനിക്കറിയാം. ഒടിച്ചു കളഞ്ഞാൽ ഞാൻ തന്നെ മേടിച്ചു വെക്കണം. മേടിച്ചു വെക്കാൻ ആരും ഇവിടെ ഇല്ല. ഇനിയിപ്പോ ഇത് മേടിച്ചു വെക്കേണ്ടെന്ന് ആവശ്യം വരില്ല. എന്തൊന്ന് കാണി. അമ്മാവ് കോരി ഇവിടെ വെച്ചാ മതി, ഏട്ടനകത്തുകൊണ്ട് വെച്ചോളൂ. വേണ്ട, എനിക്ക് ആരുടെയും ഒരു ഇത് വേണ്ട. എനിക്ക് വേണ്ട വെള്ളം എനിക്ക് കോരാൻ അറിയാം, ഒക്കെ അറിയാം കേട്ടാ. എന്താ കാണിക്കുന്നത്? ചാനൽ ഇറക്കാൻ പോണം. ഇതൊക്കെ ഒരുപാട് കോരിയിട്ടുള്ളതാടാ. ചീരത്തോട്ടത്തിലെ പണിക്കാരില്ലാത്ത സമയത്ത് ഇങ്ങനെ ഒഴുകി വരുന്ന വെള്ളം ഇങ്ങനെ മുക്കി മുക്കി ചെടി നനച്ചിട്ടുള്ളവനാ ഞാൻ. പിന്നെ ഈ കിടന്ന് കഷ്ടപ്പെടേണ്ട വല്ല കാര്യം ഉണ്ടായിരുന്ന? ഒരു 500 രൂപ കൊടുത്തൊരുത്തന്നെ വിളിച്ചിരുന്ന വൃത്തിയാക്കൂലായിരുന്ന? 500 രൂപ അത് നിങ്ങൾക്ക് വേണം, നിങ്ങൾ ചെയ്താൽ മതി. എനിക്ക് അതിന്റെ ആവശ്യമില്ല. അപ്പൊ എന്റെ പൈസ പോണം. ആണെങ്കിൽ ഇല്ലെങ്കിൽ എന്റെ ഭാര്യയോട് വെള്ളം കോരിയിട്ട് ഉപയോഗിക്കാൻ പറയും. ഇവിടെ എല്ലാരും ഉപയോഗിക്കുന്ന ഒരു കാര്യത്തിനാണ് ഞാൻ പറഞ്ഞത്. വേണ്ട, എനിക്ക് ആരുടെയും ഒരു അവകാശം വേണ്ട, ഞാൻ ചെയ്തോളാം. എത്തൂല്ലപ്പത്. ഒന്നാമത് ഞാൻ അന്ന് പണിയുമ്പോ പറഞ്ഞ എത്ര ഏകരത്തിൽ ചെയ്യണ്ടാന്ന്. കഷ്ടപ്പെടട്ടെ, ഒരു കുഴപ്പമില്ല. കഷ്ടപ്പാട് എന്തിനാണോ ഈ പൈസ കെട്ടിപ്പിടിച്ചേക്കുന്നത്? എടാ, ഇതിലിത്തിരി ഓയിലോ ഗ്രീസോ കൊടുക്കാൻ പറഞ്ഞാൽ കേൾക്കില്ല. കാരണം അത് ഉപയോഗിച്ചാലേ വർക്ക് ചെയ്യൂ. വലിച്ചു പോരട്ടെ. ഇതൊക്കെ ഞാൻ ഒരുപാട് ചെയ്തിട്ടുള്ള. എനിക്ക് അപ്പൊക്കെ വന്നു ഞാൻ കോരിട്ടേ, നീ കോരിയാ മതി കേട്ടാ. അല്ലാണ്ട് പിന്നെ എനിക്ക് ആദ്യം കോരിട്ട് കുളിക്കണം. നീ എന്തായി കാണിക്കുന്നത്? എന്റെ വെള്ളം ഇവിടെ വെക്കി, എനിക്ക് കുളിക്കാനുള്ളതാണ്. അയ്യോ, ഇവളിത് എന്ത് പണിയായി കാണിച്ചു? രണ്ടുപേരും തർക്കിച്ചിട്ട് കാര്യമില്ല. എനിക്ക് മര്യാദക്ക് തൊട്ടി പഠിച്ചു തരണം. എനിക്ക് തൊട്ടി പഠിച്ചു തരണം. ഇപ്പൊ എന്റെ കിണറ്റിലുണ്ട്, വേണം എടുത്തോ. കൊള്ളാം, ഞാനാണ് എടുത്തിട്ട്. കൊള്ളാം. അത് ഇവള് കാരണല്ലേ? ഞാൻ കാരണമാണോ കയ്യിലിരുന്ന കയറെടുത്ത് കിണറ്റിലോട്ടിട്ടത്? അപ്പൊ ഞാൻ വെള്ളം കോരിക്കൊണ്ടിരിക്കുമ്പോ നീ ആ വെള്ളത്തിൽ വന്ന് അത് പിടിക്കാൻ ശ്രമിച്ചപ്പോഴല്ലേ ഇത് വീണത്. ഒരു കഷ്ടമാണ്. ഇനിയിപ്പോ വെള്ളത്തിന് എന്ത് ചെയ്യുന്നു? എനിക്ക് ഒരു തുള്ളി വെള്ളമില്ല അടുക്കളയിൽ. മര്യാദക്ക് അകത്ത് കഴിവാൻ പറയാത്. ഒരു ബംഗാളിനെ ആരെയും വിളിക്കേ. അപ്പൊ ടാങ്ക് വൃത്തിയാക്കുമ്പോ അവനെ തന്നെ പിടിച്ച് ഇതിൽ ഇറക്കാം. വിളിച്ചിട്ട് പൈസ കൊടുക്ക്. എന്തിനു ഞാൻ കൊടുക്കണേന്ന്? എന്തിനു ഞാൻ കൊടുക്കണത്? എന്തെങ്കിലും ചെയ്യൂട്ടാ. ആ കാര്യം തീരുമാനമാക്കി. ഈ വീട്ടിൽ ജോലിയിലായിരിക്കുന്ന ഒരാളല്ലേ ഉള്ളു. ഇറങ്ങട്ടെ, ഇറങ്ങി വൃത്തിയാക്കാം. മതി മതി, വലിയ വർത്താനൊന്നും വേണ്ട. ഇപ്പൊ ഇവിടെ ഇതല്ലേ പ്രശ്നം. അതെ, നീ ഒന്ന് എങ്ങനെയും ഇറങ്ങിയെടുത്ത. അതെ, ഒന്ന് അടങ്ങുമോ? ഇത് പരിഹരിക്കണം എങ്ങനെയാണെന്ന് എനിക്കറിയാം. ഞാൻ പരിഹരിച്ചോളാം. കഷ്ടം തന്നെ. അതല്ലടി, അവൻ പാവ, അവനും കരുതി കെന്റിന്ന് വെള്ളം കോരാൻ. ഇപ്പൊ ഇത് പോയില്ലേ, ആ ഒരു കണക്കിന് നന്നായി. അവൻ അവന്റെ പാർട്ടിക്കാരും വിളിച്ചു. അങ്ങനെ പീട്ടൊന്നുമില്ല. പീട്ട എന്താന്ന് വെച്ചാൽ ചെയ്തോളൂ. സമാധാനമായല്ലോ, ഞങ്ങൾ തന്നെ ചെയ്തോളാം. അപ്പൊ അവന്റെ പാർട്ടിക്കാരും വിളിച്ചു കൊടുത്ത് നേരാക്കൂടാത്. ഓ, ചെയ്താ മതി. ഏട്ടൻ ഓഫീസിൽ പോണില്ലേ? പോണം. പോ. കുളിക്കണ്ടേ? കുളിക്കാതെ നനയ്ക്കാതെയാണ് ഓഫീസിൽ കയറി പോണത്. ആ ഒരു തൊട്ടുണ്ടായിരുന്ന എടുത്ത് വെള്ളത്തിൽ ഇടാൻ ചെയ്തു. എടാ, ഒന്നും പറയണ്ട, വെള്ളത്തിൽ ഇട്ടാ തന്നെ. അവിടെ കൊണ്ടുവാ, എനിക്ക് വെള്ളമില്ലാന്ന്. കയ്യും കാലും കഴുകിട്ട് പൊക്കോ. ഇങ്ങോട്ട് വേണ്ട വേണ്ട, എനിക്ക് ബാത്റൂമിൽ പോവാം. ഓ, ഞാൻ ഇനി പാതാളത്തിലൂടെ ഇറങ്ങാം. നശിപ്പിക്കാനായിട്ട് ഓരോ ജന്മങ്ങൾ കാണാം. ഏട്ടാ, ടാങ്ക് ക്ലീൻ ചെയ്യാൻ ആള് വന്ന്.
ആളെ കൊണ്ടുവന്നാ ദേ, ആ എവിടെയാ അങ്ങോട്ട് തോന്നേ ഇവിടെ നേരെ എടുത്ത ആ തന്നെ അതും കൂടെ എടുത്തോട്ടെ പോട്ടെ 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 കൊണ്ടുപോയിടേ അമ്മ ക്ലിറ്റർ ചേട്ടാ ഞങ്ങളുടെ വെള്ളം ഇവിടെ വെച്ചാൽ മതി. എങ്ങനെ ഏട്ടനെടുത്ത് അകത്തോട്ട് വെച്ചോളൂ. ഇത് എനിക്കുള്ള വെള്ളം, അതിന് മുന്നേ പോണത് എൻ്റെ ഭാര്യ തങ്കത്തിനുള്ള വെള്ളം, അതിൻ്റെ ഏറ്റവും മുന്നേ പോണത് എൻ്റെ മോള് തക്കളിക്കുള്ള വെള്ളം. അപ്പൊ ഇവിടത്തേക്ക് ഉള്ളതല്ലേ? ഇവിടത്തേക്ക് വെള്ളം വേണമെങ്കിൽ കാശ് കൊടുത്ത് മേടിക്കടേ. അപ്പൊ നിനക്ക് നിന്റെ കാര്യം. എനിക്ക് എൻ്റെ കാര്യം, നിനക്ക് നിന്റെ കാര്യം, അതാണ് നല്ലത്. ഈ 3 കുപ്പി വെള്ളം മേടിക്കണ കാശുണ്ടെങ്കിൽ അത് കൂടെ 100 കൂടി ഇവനെ കൊടുത്ത ഇവനും കൂട്ടിയിട്ട് ആ ടാങ്ക് വൃത്തിയാക്കിയിരുന്നില്ലേ? അവനോടുള്ള വാശിക്ക് ഇപ്പൊ തന്നെ ഒരാളെ വിളിച്ചിട്ട് ആ ടാങ്ക് കളിക്കടാ. അമ്മാവന്റെ ഉപദേശം എനിക്ക് വേണ്ട. അമ്മാവന്റെ കാര്യം, അവന്റെ കാര്യം എനിക്കറിയാൻ എന്ത് വേണമെന്നുള്ളത്. ഈ ടാങ്ക് വൃത്തിയാക്കാൻ ഞാൻ മതി. എനിക്കറിയാൻ എന്ത് വേണ്ടത്. പക്ഷെ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, ഇതിന്ന് ഒരു തുള്ളി വെള്ളം അപ്പുറത്ത് വീട്ടിൽ പോകില്ല. അങ്ങനെ വഴി എനിക്കറിയാം. അല്ല നീ വേണ്ട, എനിക്കറിയാം. ഒരാളെ സഹായം വേണ്ട എനിക്ക്. അല്ല ഞാൻ വരണ്ടേ? വേണ്ടേ, എനിക്കറിയാം എന്റെ വീട്ടിൽ ടാങ്ക് വൃത്തിയാക്കാൻ. ക്ലീറ്റോ ആ ഇങ്ങന്നേ ഇതെന്തോ ഏത് ഇതാണ് വെള്ളം അഥവാ ജലം. അല്ല ഇതെന്താ ഇവിടെ വെച്ചേക്കണേ? നമ്മുടെ ആവശ്യത്തിന് ഉപയോഗിക്കാൻ. അപ്പൊ അപ്പുറത്ത് കൊടുത്തല്ലോ അല്ലേ? അപ്പുറത്ത് എന്തിനു കൊടുക്കണം? അവർക്കും വെള്ളമില്ലല്ലോ. അവർക്ക് വെള്ളം അല്ലെങ്കിൽ അവർ കാശ് കൊടുത്ത് ഇതുപോലത്തെ വെള്ളം മേടിക്കണം. ഇത് ഞാൻ പാർട്ടി ഓഫീസിൽ ഇരുന്നത്, അവിടെ ഇറക്കി വെച്ചിട്ടുണ്ട്. അവിടെ ഞാൻ 3 എടുത്തോണ്ട് പോകുന്നത്. ഇനി അപ്പൊ ഇതാണ് ഇവിടുന്ന് ഞാൻ ഇപ്പൊ പരിഹരിക്കാന്ന് പറഞ്ഞു പോയത്. എടി ഇതിപ്പോ ഇവിടുത്തെ പ്രശ്നം പരിഹരിച്ചില്ലേ? ഈ ഇവിടുത്തെ പ്രശ്നം പരിഹരിച്ചോ? തൊട്ടിയും കയറും ഇപ്പോഴും അതിനകത്ത് തന്നെ. അതിനകത്ത് ചത്ത് ചീഞ്ഞ് കിടക്കുന്ന സാധനം അതും അതിനകത്ത് കിടപ്പുണ്ട്. അപ്പൊ പ്രശ്നം തീർന്നോ? അത് രണ്ടും എന്റെ പ്രശ്നമല്ല. എന്റെ പ്രശ്നം ഈ വീട്ടിൽ വെള്ളമില്ല എന്നുള്ളതാണ്. ആ പ്രശ്നം ഞാൻ പരിഹരിച്ചു കഴിഞ്ഞു. ഇപ്പൊ നാളത്തേക്ക് എന്ത് ചെയ്യും? എടി ഇന്നത്തേക്കും നാളത്തേക്കും ഇത് ഓക്കെ. ഇനി മറ്റന്നാളത്തെ കാര്യം ആലോചിച്ചാൽ പോരെ, അത് നാളെ ആലോചിക്കാം. എന്റെ ക്ലീറ്റോ എന്തെങ്കിലും ഒന്ന് ചെയ്യാൻ നോക്കുന്നേ അതിനകത്ത്. അങ്ങനെ ഒന്നും ചെയ്യാനില്ല. അവൻ അത്ര വാശിയാണെങ്കിൽ എനിക്ക് അതിനേക്കാളും വാശിയാണ്. ഇത്രയും വാശി അങ്ങനെ പാടില്ല. ഏട്ടാ എന്തേ? ഏട്ടാ കനക ഏട്ടാ എവിടെയാ? എന്തായാലും കേറ്. ടാങ്കിലാണോ? ഈ ടാങ്കിൽ വീണെന്ന് തോന്നുന്നു. എടാ കേറടാ. ഏതില്? കേറാൻ പറ്റില്ലേ? കേറി നോക്ക്. എന്തേ? എവിടെ? നീ എന്താ നിന്റെ ഉള്ളിലിരിക്കണേ? കേറ്. നടുവിളിക്കുന്നു. നടുവിളിക്കുന്നു. വാ കേറ്. ഒന്ന് മാറുന്നേ. അങ്ങോട്ട് മെല്ലെ കേറുന്നത്. അറിയാ എടാ നീക്കടാ. നീ എന്ത് കൂടെ പതുക്കെ നീക്കി. ഒന്നൊന്ന് പറഞ്ഞ നിനക്ക് പേടിക്കണ്ട. പിടിക്ക്. ഇതെങ്ങനെ പിടിക്കണം? അമ്മ ഒന്ന് അങ്ങോട്ട് നീങ്ങിക്ക്. ഇത് എങ്ങനെടാ അങ്ങോട്ട് കിടക്കുക? നീ ആദ്യം വാ. മെല്ലെ പതുക്കെ പതുക്കെ വാ. ഒന്ന് പിടിച്ചേ. പതുക്കെ പതുക്കെ. അറിയാ കൈ പിടിക്കാം. കൈ പിടിക്ക്. കൈ എടുക്ക്. മെല്ലെ നീക്കാൻ നോക്ക്. എഴുന്നേക്ക് നീ. കൈതാ അങ്ങനെയല്ല, നീ ഒന്ന് പതുക്കെ ഞാൻ പിടിക്കാം. ഈ കൈ അങ്ങോട്ട് തിരിക്ക്. ഈ കൈ അങ്ങോട്ട് തിരിക്ക്. അങ്ങോട്ട് തിരിക്ക്. ഇങ്ങോട്ട് ഷോളർ ഇവിടെ തടയുണ്ട്. എടുത്ത കിട്ടണ്ടേ? അങ്ങനെ കാലും കുറച്ച് തിരിക്കല്ലേ? ഒന്നും പതുക്കെ 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 പതുക്കെ. ഞാൻ പറയാം. ഒന്ന് കൈ ഇതായിട്ട് പതുക്കെ പൊക്കണം. പതുക്കെ തല ഇങ്ങോട്ട് കൊണ്ട് എങ്ങാണിയാ കളിക്കല്ലേ? എടാ ഒരു പേടി പേടിക്കണ. നീ പിടിക്ക്. ഒന്നാമത് ഈ വയ്യാത്ത പണിക്ക് ഇറങ്ങേണ്ട ആവശ്യമുണ്ടോ? ആവേശമല്ലേ? പേടിക്കണ്ട. എങ്ങനെയെങ്കിലും ഒന്ന് രക്ഷിക്കണ. മറ്റേ വണ്ടിനെ വിളിച്ചാലോ? ഇങ്ങനെ എന്താണ് അപകടം പറ്റുമ്പോ വരുന്ന ഒരു വണ്ടി നമ്മുടെ പയ്യന്മാരെ ഒന്നും വേണ്ട, ഒന്നും വേണ്ട. പണിയുണ്ട്, പണിയുണ്ട്, പണിയുണ്ട്. നിങ്ങൾ പേടിക്കല്ലേ, പണിയുണ്ട്. ഫയർഫോഴ്സിനെ വിളിച്ചാലോ? ഫയർഫോഴ്സാ? വേണ്ട വേണ്ട, ഒന്നുകൂടി നോക്കാം നമുക്ക്. കനക എഴുന്നേക്ക്. കനക അളിയാ അളിയാ
ഓ എന്തോ ഇവിടെ ഉണ്ട് അളിയുണ്ട് ഇവിടെ. അളിയ ഒന്നുമില്ല, നിനക്കൊന്നും പറ്റിയില്ല. ഒരു കുഴപ്പമില്ലല്ലോ. എന്തെങ്കിലും വിഷമം തോന്നുന്നുണ്ടോ? ഇങ്ങോട്ട് നോക്കളിയാ, കണ്ണിങ്ങോട്ട് നോക്കിയാണ്ട ഞങ്ങൾ എല്ലാരും ഉണ്ട് ഇവിടെ. നോക്ക്. വെറുതെ വയ്യാത്ത പണിക്ക് പോകേണ്ട വല്ല ആവശ്യം ഉണ്ടാ? ഒരു 500 റുപ്യ കൊടുത്തു ഏതെങ്കിലും ഒരുത്തനെ കൊടുത്ത് നടക്കാറുന്നില്ലേ? എന്നാ ഈ ബുദ്ധിമുട്ടുണ്ടാ? എന്തോ ഒരു 500 എടുത്തിട്ട് എന്തിന്? ആരെങ്കിലും വിളിച്ചോണ്ട് വാ. എന്തിന്? ടാങ്ക് വൃത്തിയാക്കണ്ടേ? അതിന് ടാങ്ക് വേണ്ടേ? നീ ബോധം കെട്ട് കിടന്നപ്പോ ടാങ്ക് വെട്ടിപ്പൊളിച്ചല്ലേ നിന്നെ പുറത്തെടുത്തേ.